പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. കളങ്കാവൽ എന്ന ചിത്രത്തിൻ്റെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതിൻ്റെ ടോട്ടൽ കളക്ഷൻ എത്രയാണ് ചേട്ടാ? പലരും കമൻ്റായിട്ടൊക്കെ ചോദിക്കാറുണ്ട്. എനിക്ക് കൃത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു. കാരണം 85 കോടിയൊക്കെ കടന്നു കാണും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ ആരാധകരെന്ന് വിശേഷിപ്പിക്കുന്ന ചിലർ വീഡിയോയിലൂടെയൊക്കെ പുറത്തു വിട്ടിരിക്കുന്ന വിവരം അനുസരിച്ച് 90 കടന്നു എന്നൊക്കെ പറയും. ഏറ്റവും കൂടുതൽ ബിസിനസ് നടന്നിരിക്കുന്നത് 100 കോടിക്ക് മുകളിൽ എന്നൊക്കെ പറഞ്ഞു വെച്ച മഹാന്മാരുമുണ്ട്. അതൊക്കെ കണ്ടു കഴിയുമ്പം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. മമ്മൂട്ടിക്ക് 100 കോടി കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ്. കളങ്കാവലിലൂടെ അത് കാണും എന്ന് തന്നെയായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇതിൻ്റെ ടോട്ടൽ കളക്ഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഇത്രേ വന്നുള്ളല്ലോ എന്ന് നമ്മൾ ഓർത്തുപോയി. അതാണ് സംഭവം. കളങ്കാവൽ എന്ന ചിത്രത്തിൻ്റെ ടോട്ടൽ കളക്ഷൻ വന്നു കഴിഞ്ഞപ്പം ഫോറിൻ റീൽസാണ് ഇത് പുറത്തു വിട്ടിരിക്കുന്നത്. അവരുടെ കണക്കും പ്രകാരം 83 കോടി 19 ലക്ഷം രൂപ മാത്രമേ മമ്മൂട്ടിയുടെ കളങ്കാവൽ എന്ന ചിത്രത്തിന് നേടാൻ പറ്റിയുള്ളൂ എന്നുള്ളതാണ്. അപ്പം 100 കോടി എവിടെ കിടക്കുന്നു, 83 കോടി എവിടെ കിടക്കും? ഇത് കണ്ടു കഴിഞ്ഞപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. മമ്മൂട്ടി ചിത്രങ്ങൾക്ക് പോകുന്ന ഏറ്റവും ഉയർന്ന കളക്ഷൻ 80 കോടി 90 കോടിയിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പല ചിത്രങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ സൂപ്പർ മെഗാ ഹിറ്റ് എന്ന് കേട്ട പല ചിത്രങ്ങളും ഈ റേഞ്ചിൽ തന്നെയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അതുതന്നെയായിരിക്കാം മമ്മൂട്ടിയുടെ മലയാള സിനിമയിലെ റേഞ്ച് എന്ന് മനസ്സിലാകും. മമ്മൂട്ടിയുടെ 100 കോടി കിട്ടാതെ പോയതിന് ഒന്നാമത്തെ കാരണം മമ്മൂട്ടിയുടെ കേരളത്തിലെ പ്രേക്ഷകർ തന്നെയാണ് എന്ന് എനിക്ക് കൃത്യമായിട്ട് തോന്നുന്നുണ്ട്. കാരണം കേരളത്തിലെ കളക്ഷൻ വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 37 കോടി 35 ലക്ഷം രൂപയെ മാത്രമാണ് കേരളത്തിൽ നിന്ന് ഈ ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഇപ്പം വന്ന പുതിയ നായകന്മാരുടെ ചിത്രം വരെ 50 കോടിയൊക്കെ കടക്കുന്ന സമയത്താണ് മമ്മൂട്ടിയെ പോലെ ഒന്നാം ഗ്രേഡിൽ നിൽക്കുന്ന നായകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു നടൻ്റെ ചിത്രം കേരളത്തിൽ നിന്ന് 37 കോടി മാത്രമേ കളക്ട് ചെയ്തുള്ളൂ എന്നറിയുമ്പോൾ നമുക്ക് അത്ഭുതമാണ്. അതുപോലെ കേരളം ഒഴിച്ചുള്ള ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് 7 കോടി 20 ലക്ഷം രൂപയാണ് ഇത് കളക്ട് ചെയ്തിരിക്കുന്നത്. ആ കണക്കുകൾ നോക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് 44 കോടി 55 ലക്ഷം രൂപയാണ് ഇത് കളക്ട് ചെയ്തിരിക്കുന്നത്. 50 കോടി പോലും കടന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത് വിനായകൻ നായകനായ മമ്മൂട്ടി വില്ലനായ ചിത്രം 100 കോടി കടക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. കടന്നില്ല, എന്ത് ചെയ്യാനാ അല്ലേ? നോർത്ത് അമേരിക്കയിൽ നിന്ന് ഈ ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് $2.9 ലക്ഷം. UK അയർലൻഡിൽ നിന്ന് ഈ ചിത്രം കളക്ട് ചെയ്തത് $3.6 ലക്ഷം കളക്ട് ചെയ്തിട്ടുണ്ട്. GCC രാജ്യങ്ങളിൽ നിന്ന് ഈ ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് $3.42 മില്യൺ ആണ് ഈ ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു വമ്പൻ കളക്ഷനാണ് GCCയിൽ നിന്ന് ഈ ചിത്രം നേടിയിരിക്കുന്നത്. അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ വളരെ പരിതാപകരമാകുന്ന അവസ്ഥയിലായി മാറിയേനെ ചിത്രത്തിൻ്റെ അവസ്ഥ. ഓസ്ട്രേലിയയിൽ നിന്ന് $1.05 ലക്ഷം കളക്ട് ചെയ്ത ചിത്രം ന്യൂസിലാൻഡിൽ നിന്ന് $16,000 കളക്ട് ചെയ്തത്. അങ്ങനെ ടോട്ടൽ 38 കോടി 64 ലക്ഷം രൂപയാണ് ഇത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തത്. ഇന്ത്യയിൽ നിന്ന് ഈ ചിത്രം 44 കോടി 54 ലക്ഷം രൂപ കളക്ട് ചെയ്തതായിട്ട് ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് ടോട്ടൽ 83 കോടി 19 ലക്ഷത്തിലേക്ക് ഈ ചിത്രം എത്തുന്നത്. അതാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്. മമ്മൂട്ടിയുടെ ഒരു റേഞ്ച് ഈ 80-90 കോടിയിലേക്ക് ചെന്ന് നിൽക്കുന്നു. 100 കോടി കടക്കുക എന്ന് പറയുന്നത് മമ്മൂട്ടിയെ സംബന്ധിച്ച് ദുഷ്കരമായ ഒരു കാര്യം തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം മമ്മൂട്ടിയുടെ മെഗാ ഹിറ്റുകളായ പല ചിത്രങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഈ റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. ബ്രഹ്മയുഗം, ഭീഷ്മപർവം, ടാർബോ എന്ന് വേണ്ട എല്ലാ ചിത്രങ്ങളും ഈ റേഞ്ചിലൊക്കെ തന്നെയാണ് ചെന്ന് നിൽക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെയാണ് കളങ്കാവലും എത്തി നിൽക്കുന്നത്. പക്ഷേ 2025 മമ്മൂട്ടിയെ സംബന്ധിച്ച് നിരാശ നൽകുന്ന ഒരു കൊല്ലമായിരുന്നു. കാരണം തുടർച്ചയായുള്ള ചിത്രങ്ങളുടെ പരാജയം, അത് മുടക്കമുതൽ പോലും തിരിച്ചു പിടിക്കാത്ത അവസ്ഥ. ഇതിനിടയിലാണ് വിനായകനെ നായകനാക്കി മമ്മൂട്ടി കമ്പനി തന്നെ കളങ്കാവൽ എന്ന ചിത്രം കൊണ്ടുവരുന്നത്. ഏതായാലും മമ്മൂട്ടി വില്ലനായിട്ട് വന്നതുകൊണ്ടാണ് ആ ചിത്രത്തിന് ഒരു പുതുമയുണ്ടായത്. അല്ലാതെ വേറെ വലിയ സംഭവങ്ങളൊന്നും ആ ചിത്രത്തിന് പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. പക്ഷേ പ്രേക്ഷകർ ഏറ്റെടുത്തെങ്കിലും ഈ ചിത്രം 100 കോടി തികച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. മമ്മൂട്ടിയുടെ ഒരു 100 കോടി 2026 ഇത് കാണാൻ പറ്റും.
കാണാൻ പറ്റുമായിരിക്കാം. മമ്മൂട്ടി മോഹൻലാലിനെയും ഭഗത് ഫാസിലിനെയും കുഞ്ചാക്കോ ബോബനെയും നയൻതാരയൊക്കെ കൂട്ടുപിടിച്ച് ഒരു ചിത്രം 2026 ഇറങ്ങുന്നുണ്ട്. മഹേഷ് നാരായണൻ്റെ ചിത്രം. അതിലൂടെ മമ്മൂട്ടിയുടെ 100 കോടി സ്വപ്നം കാണാം എന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. ഇത് നടന്നില്ലെങ്കിൽ അടുത്ത കാലത്തൊന്നും ഒരു മമ്മൂട്ടിയുടെ 100 കോടി ചിത്രം കാണാനുള്ള ആഗ്രഹം നമ്മൾ ഉപേക്ഷിക്കാൻ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും അത്ഭുതം നടക്കേണ്ടി വരും. 2026 ഒരു മമ്മൂട്ടി ചിത്രം 100 കോടി അടിക്കാൻ വേണ്ടി നമുക്ക് വളരെ ആകാംക്ഷയോടാണ് കാത്തിരിക്കുന്നത്. അത് നടക്കുമോ എന്തോ, കാത്തിരുന്ന് കാണുക തന്നെ. ഈ കളക്ഷനൊക്കെ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, കേരളത്തിൽ 37 കോടി രൂപ മാത്രമേ മമ്മൂട്ടി ചിത്രത്തിന് കളക്ട് ചെയ്യാൻ പറ്റിയുള്ളൂ എന്നുള്ളതാണ്. ബാക്കി എല്ലാ കളക്ഷനും നോക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷകൾ സബലീകരിച്ച കളക്ഷൻ തന്നെയാണ്. പക്ഷേ മമ്മൂട്ടിയുടെ ഈ ചിത്രം കേരളത്തിൽ നിന്ന് ഒരു 50 കോടിക്ക് മുകളിൽ ആണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അത് എത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. കാരണം മോഹൻലാലിൻ്റെ ആയാലും മറ്റു ചിത്രങ്ങളായാലും കേരളത്തിൽ നിന്ന് 100ഉം 120ഉം കോടി കളക്ട് ചെയ്യുന്ന സമയത്താണ് ഒരു മമ്മൂട്ടി ചിത്രം പോലും കേരളത്തിൽ നിന്ന് 50 കോടി കളക്ട് ചെയ്തില്ല എന്ന് ഓർക്കുമ്പോൾ ദുഃഖകരം തന്നെ അല്ലേ. ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, മമ്മൂട്ടിയുടെ കളങ്കാവൽ റിലീഫ് കഴിഞ്ഞ ഉടൻ തന്നെ OTT വന്നു എന്നുള്ളതാണ്. OTTയിലും മികച്ച സ്വീകരണം തന്നെ ഈ ചിത്രം നേടി. ഏതായാലും ഈ വീഡിയോയ്ക്ക് താഴെയും മമ്മൂട്ടി പ്രേമികൾ നിരന്തരമായി എന്നെ ചീത്ത വിളിച്ചുകൊണ്ടുള്ള കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അവരുടെ ജോലി അതുമാത്രമാണല്ലോ. കാരണം ചിത്രം തിയേറ്ററിൽ പോയി വിജയിപ്പിക്കണം എന്ന് അവർക്ക് യാതൊരുവിധ ധാരണയില്ല. അവരെ സംബന്ധിച്ച് മോഹൻലാലിനെ പള്ളു പറയുക, മോഹൻലാലിനെ പറ്റി നല്ലത് പറയുന്ന വീഡിയോയ്ക്ക് താഴെ വന്ന് ചീത്ത വിളിക്കുക, മമ്മൂട്ടിയെ നല്ലത് പറഞ്ഞില്ലെങ്കിൽ ചീത്ത വിളിക്കുക, ഇതൊക്കെ തന്നെയാണ് അവരുടെ സ്ഥിരം കലാപരിപാടി. അത് അവർ തുടരട്ടെ. ഏതായാലും നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ ഒരു 100 കോടി 2026 സബലീകരിക്കും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാം. മോഹൻലാലിനെ കൂട്ടുപിടിച്ച് മഹേഷ് നാരായണൻ്റെ ചിത്രത്തിലൂടെ മമ്മൂട്ടിയുടെ ഒരു 100 കോടി കാണാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. അത് സഫലമാകട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.